ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ 2026 മലയാളത്തിൽ നിന്ന് ഒരുപാട് സിനിമകൾ റിലീസിനെത്തുന്നുണ്ട്. അതിൽ ബിഗ് സ്റ്റാർസിൻ്റെ സിനിമകളും ഉണ്ട്, ആൻഡ് വരുന്ന യുവനടന്മാരുടെ സിനിമേഴ്സ് ഉണ്ട്. എല്ലാത്തിലുപരിയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ട് പരിചയമുള്ള മുഖങ്ങൾ, അതായത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അവരുടെ സിനിമകളും ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് പാട്രിയോട്ടിനെ കുറിച്ച് പറയാം. മഹേഷ് നാരായണനാണ് ഡയറക്ടറും റൈറ്ററും ആ സിനിമയുടെ. അപ്പോൾ മഹേഷ് നാരായണൻ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. അതായത് മമ്മൂക്ക ഉണ്ട്, ലാലേട്ടനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, നയൻതാര ഉണ്ട്, രേവതി, മറ്റും ഒട്ടനവധി വേറെയും വലിയ നമുക്കറിയാവുന്ന വളരെ സുപരിചിതമായ മുഖങ്ങൾ ആ സിനിമയിലുണ്ട്. അപ്പോൾ ഏപ്രിൽ, അതായത് വിഷു റിലീസിനായിട്ടാണ് എത്തുന്നതെന്നാണ് പറയപ്പെടുന്നത് പാട്രിയോട്ട്. ഇപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. 140 എത്രയോ ദിവസങ്ങളോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സിനിമ വരുമ്പോൾ ഒരു സീരിയസ് പടമായിട്ടാണ് വരുന്നത്. അതായത് മമ്മൂക്ക ഒരു JAG ഓഫീസറായിട്ടാണ് എത്തുന്നത്, ഒരു വലിയ പൊസിഷനിൽ ഓഫീസർ. ആൻഡ് ലാലേട്ടൻ ഒരു ആംഡ് ഫോഴ്സിലുള്ള ഒരാളുമായിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് ഒരുമിക്കുന്ന ഒരുപാട് സീൻസുകൾ സിനിമയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് തന്നെയാണ് പ്രേക്ഷകർ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് നാളായി ഇവർ രണ്ടുപേരും ഒരു സിനിമയിൽ കാണാതെ, അതിലുപരിയും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കാണാതെ. അപ്പോൾ അത് ഈ സിനിമയിലൂടെ മഹേഷ് നാരായണൻ മാറ്റുമെന്ന് വിശ്വസിക്കുന്നു. പ്രേക്ഷകരും അങ്ങനെ ഒരു സീനിന് വെയിറ്റ് ചെയ്യുകയാണ്. മഹേഷ് നാരായണൻ അത് പണിക്കൊടുങ്ക. ആൻഡ് സിനിമയിൽ ഈ സിനിമ തുടക്കത്തിൽ ആ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ വലിയ ഗുസ്ബംസ് സീൻസോ അല്ലെങ്കിൽ പടത്തോടുള്ള വലിയൊരു അനുകമ്പയോ പ്രേക്ഷകർക്കും ഇല്ലായിരുന്നു. പക്ഷേ അതിൽ ലാലേട്ടൻ മമ്മൂക്കയും ഒരുമിച്ച് വരുന്ന സീൻസ് ഇവർ രണ്ടുപേരും ഉള്ളെന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ പ്രേക്ഷകർക്ക് അതൊരു സന്തോഷം കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്നിലെ പ്രേക്ഷകനും അത് തന്നിട്ടുണ്ട്. കാരണം ഞാനും ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു തോതിലുള്ള ഒരു സാധനമൊന്നും അടിച്ചില്ല. ഒരു ടേക്ക് ഓഫ് കണ്ടതുപോലെയോ അല്ലെങ്കിൽ പുള്ളിയുടെ തന്നെ മഹേഷ് നാരായണൻ ടേക്ക് ഓഫ് ഇതുപോലത്തെ ഒരു ട്രെയിലർ, ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഫ്ലൈറ്റും കാര്യം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവർ രണ്ടുപേരും വന്നപ്പോൾ ആ രണ്ടുപേരുടെ ലുക്കും ആ രണ്ടുപേരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വന്നപ്പോൾ ആ ഒരു ട്രെയിലറിൽ ഗുമ്മടിച്ചു. ഇവർ രണ്ടുപേരും ഉള്ളതുമുണ്ട് മാത്രം. അപ്പോൾ സിനിമയും അതുകൊണ്ട് തന്നെ ഹൈപ്പ് കയറാൻ ചാൻസ് ഉണ്ട്. കാരണം മലയാളത്തിൻ്റെ സാക്ഷാൽ 2 എമ്മുകൾ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു. പാട്രിയോട്ട് മഹേഷ് നാരായണൻ്റെ രചനയും സംവിധാനത്തിലുമാണ് വരുന്നത്. ഏപ്രിൽ വിഷു റിലീസിലായിട്ടായിരിക്കും സിനിമ വരുന്നത്. പിന്നെ വരുന്നത് പ്രകമ്പനം വരുന്നുണ്ട്. പ്രകമ്പനം വിഘ്നേഷാണ് സംവിധാനം ചെയ്യുന്നത്. സാഗർ സൂര്യ, ഗണപതി, അമീൻ നിങ്ങൾക്കറിയാം, കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ ഉള്ള. അപ്പോൾ ഇവരൊക്കെ ചേർന്ന് വരുന്ന ഒരു ഹൊറർ, ഒരു എറണാകുളം കോളേജിലെ ഒരു ഹോസ്റ്റലിൽ നടക്കുന്ന കുറച്ച് തമാശകളുള്ള ഒരു ഹൊറർ പടം പോലെയാണ് അവർ അത് നോക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഇപ്പം ഫസ്റ്റ് ലുക്കിൻ്റെയൊക്കെ ശേഷം ഒരു ടീസർ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടീസർ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു കോമഡി വൈബ്, ആ ഹൊറർ ഫീൽ പോലെയൊക്കെ വന്നിട്ട്, ആ ഒരു കോമഡി ഹൊറർ അതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പടം നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പം വരുന്ന സിനിമകളൊക്കെ മുഴുവനും യുവത്വങ്ങൾക്ക് കൊടുക്കുകയാണ്. ഒരുപാട് സിനിമകളും യുവത്വ സിനിമകളാണ് ഇപ്പോൾ വരുന്നത്. ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എല്ലാവർക്കും ഇപ്പോൾ സിനിമയിൽ ചാൻസും കിട്ടുന്നുണ്ട്, സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രകമ്പനം വരുമ്പോൾ നല്ലൊരു സിനിമ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൻ്റെ അപ്ഡേറ്റ്സുകളും അല്ലെങ്കിൽ ടീസറുകളും എല്ലാം കാണാൻ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്, കോമഡി ഉണ്ട്. ആ സിനിമയിൽ ഇവരല്ലാതെ തന്നെ ഒരുപാട് യൂട്യൂബിൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ സിനിമയിലുണ്ട്. അപ്പോൾ പ്രകമ്പനം വരുന്നുണ്ട്. ആൻഡ് വാഴ ടു വരുന്നതും 2026 വേനലവധി, മിക്കവാറും വിഷു സമ്മർ ആ ടൈം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരുടെ സെക്കൻഡ് വാഴ 2 ബയോപിക് ഓഫ് വില്യം ബ്രോസ് എന്നാണ് അവർ പറയുന്നത്. മുന്നേ വില്യം ബോയ്സ് എന്ന് എന്തായിരുന്നു, ഇപ്പോൾ ബ്രോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാഴയിൽ ഹാഷിർ, അലന്, വിനായക, അജിനൊന്നും അധികം സീനൊന്നും ഇല്ലായിരുന്നു. വേറെ അതായത് മുന്നേ ഉള്ള കുറച്ച് ആക്ടേഴ്സിനൊക്കെയാണ് സീനും കാര്യങ്ങളൊക്കെ. അതിലും അസീസ് നെടുമങ്ങാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വാഴ 2 ഇവർക്കാണ് മെയിൻ. കാരണം അത് ആ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഉണ്ട്. അവർ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തപ്പോൾ അവർ തന്നെയാണ് അതിൽ നിൽക്കുന്നത്. പടത്തിലുടനീളം അവരുടെ പടമാണെന്ന് അവർ മുന്നേ ഇതിൽ പറഞ്ഞതുമാണ്. ഇൻ്റർവ്യൂസിലും വെറുതെ വരുന്ന ക്ലിപ്പുകളിലും ടോക്കിലൊക്കെ അവർ പറഞ്ഞതാണ്, ഈ പടത്തിൽ നമ്മളായിരിക്കും മുഴുവനും വരാൻ പോകുന്നതെന്ന്. അതിൻ്റെ കുറേ ക്ലിപ്പുകളും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് ഇൻസ്റ്റയിൽ കൂടെ റീൽസ് ഭരിച്ച് അങ്ങനെ ഹിറ്റായി വന്നവരാണ് ഹാഷിറും ഗ്യാങ്ങും ഒക്കെ. ഹാഷിർ, അലൻ, അജിന്, വിനായക, അങ്ങനെയൊക്കെ. ഇതിൽ കൂടാതെ സാബിർ എനിക്കറിയാം. വാഴ 2 ഇതിൻ്റെ ഫസ്റ്റ് ലുക്കിൽ പെൻവേഷം കെട്ടിയിരുന്നതാണ് സാബിറിനും പുള്ളിയുടെ കൂടെ ഉള്ള ഇതേപോലെ കോണ്ടന്റ് ക്രിയേഷൻ വഴി വന്നതാണ്. ഇനി ശബരിയൊക്കെ ഉണ്ട്. അർഷക്ക് ഉണ്ടാകുന്നറിയില്ല, ശബരി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ ഫോട്ടോയിൽ മുന്നേ ഇവർ ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ
പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്, ഇൻസ്റ്റഗ്രാം വഴി വീഡിയോ ചെയ്താണ്. അപ്പോൾ ഇവർക്ക് അഭിനയിക്കണം എങ്ങനെയെന്നൊക്കെ അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒക്കെ ക്യാമറ ആംഗിളൊക്കെ അവർ വയ്ക്കാറ്, കാരണം അവർ എക്സ്പെർട്ടൈസ് ആണ്. അപ്പം ഇൻസ്റ്റയിലൊക്കെ നല്ല വീഡിയോസ് അല്ലെങ്കിൽ നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ സിനിമയിൽ കയറാമെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ സിനിമയിൽ കയറാമെന്നുള്ളതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻസ് ആണ് അവർ. അതായത് അങ്ങനെ കയറാൻ പറ്റുമെന്ന് അവർ കാണിച്ചിരുന്നു, ഒരു ക്വാളിഫൈഡ് ആയിട്ട് അങ്ങനെ കയറാൻ പറ്റുമെന്ന് അവർ കാണിച്ചു. അതുപോലെ തന്നെ പ്രകമ്പനം സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, അമീനൊക്കെ, ഞാൻ ഈ സിനിമയിൽ വാഴയിലുള്ള എല്ലാവരും, സാബറാകട്ടെ, ഹാഷ്വർ, അലൻ, അജിനി, വിനായക്, ശബരി, ഇവരെല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെ ആ സിനിമ എത്തുന്നുണ്ട്. സവിനാണ് സംവിധാനം ചെയ്യുന്നത്, വിപിൻ ദാസാണ് റൈറ്റിംഗ് ചെയ്യുന്നത് വാഴ 2-ല്. അപ്പം വേനലവധിക്കാണ് സിനിമ വരുന്നത്. ഇതിൽ കൂടാതെ അടുത്ത് വരുന്നത് നസ്ലന് സത്യം പറഞ്ഞ ഒരു പീക്ക് ടൈമാണ്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, വിനീത് ശ്രീനിവാസന്റെ സിനിമ നിങ്ങൾക്കറിയാം. അതിൽ അഭിനവ് സുധൈൻ നായകാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. പുള്ളിയുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിലെ ഡയറക്ടർ, പുള്ളിയുടെ ഒരു നറേഷൻ, ആ പുള്ളിയുടെ ഒരു തിങ്കിങ്, ഇത് ഈ സിനിമയ്ക്കും അത് ഗുണം ചെയ്യും തീർച്ചയായിട്ടും. ആഷിഖ് ഉസ്മാനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജെയ്ക്സ് ബിജു ആണ് സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. മോളിവുഡ് ടൈംസ് എന്നാണ് പറയുന്നത്. ഈ സിനിമയുടെ പേര് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഈ ലുക്കായിരുന്നു. മുമ്പ് ട്രോളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ബംഗാളിയുടെ ഇതായിരുന്നു എന്നൊക്കെ ട്രോളൊക്കെ ഉണ്ടായിരുന്നു. മുറുക്കാൻ ചവച്ച നസ്ലൻ അങ്ങനെ ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഒരു വിൻറ്റേജ് പടം പോലെ വരാനാണ് ചാൻസ് കൂടുതലെന്ന് തോന്നുന്നു. ആൻഡ് എന്നിരുന്നാലും മെയിൻ ലീഡിലെത്തുക, എപ്പോഴും ഒരു നല്ല സിനിമകൾ വരിക എന്നുള്ളതൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ വേറെ ലെവലാണ്. ആൻഡ് നസ്ലൻ ഇപ്പം സൂര്യ, ജിത്തു മാധവൻ്റെ സൂര്യ 47, ഐ തിങ്ക് 47 37 ആണെന്ന് തോന്നുന്നു, സൂര്യയുടെ സിനിമയുടെ ഒരു സിനിമയിൽ ഉണ്ടെന്ന് അറിയുന്നു. അതായത് സൂര്യ പറയുന്ന അനുസരിച്ച് സോഴ്സ് വരുന്നത്, സൂര്യ തമിഴ്നാട്ടിലൊരു പോലീസ് കേരളത്തിലൊരു കേസ് അന്വേഷിക്കാൻ വരുന്നു. പിന്നെ അവിടെ ഉള്ള രംഗങ്ങളാണ് ആ സിനിമയിൽ. സുഷിൻ ശ്യാമാണ് മ്യൂസിക് വരുന്നത്. ആൻഡ് സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്യുന്നത്. ജിത്തു മാധവനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നസ്രിയൊക്കെ ഉണ്ട്. ആൻഡ് സിനിമ ഒരു പൊളിറ്റിക്കൽ അല്ല, കോപ്പ് ഡ്രാമ ആവാനാണ് ചാൻസ് കൂടുതലെന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സൂര്യയ്ക്ക് ഒരു കറുപ്പൊന്നൊരു സിനിമ ഉണ്ട്. അതിൻ്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ എന്ന് റിലീസ് ഈ പടം സത്യം പറഞ്ഞാൽ ദീപാവലിക്ക് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു, കറുപ്പ് ഇതുവരെ റിലീസ് ചെയ്തില്ല. പൊങ്കൽക്ക് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അതുവരെ റിലീസ് ചെയ്തില്ല. ഇനി റിലീസില്ല. ഇനി ഹാപ്പി ന്യൂ ഇയറിന് ഒരു പോസ്റ്റ് അയച്ചിട്ട് അങ്ങനെയാണ് സൂര്യ ഫാൻസൊക്കെ ആലോചിക്കണം, അങ്ങനെ ഒരു പടം ഉണ്ടല്ലേ, അത് നന്നായി. ഇപ്പോഴാണ് ഓർമ്മ ഉള്ളത് ഇങ്ങനെ ഒരു RJ ബാലാജി പടം ഉണ്ടെന്ന്. സായ അഭ്യങ്കറുടെ ഒരു മ്യൂസിക്കാണ് അതിൽ വരുന്നത്. ആൻഡ് ഡ്രീം വാരിയർ പിക്ചേഴ്സ് എന്താണ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ വേനലവധിക്ക് ഒരുപാട് സിനിമകൾ എത്തുന്നുണ്ട്. ബിഗ് സ്റ്റാഴ്സിൻ്റെ പടങ്ങൾ, യുവനിരകളെ പടങ്ങൾ എല്ലാം എത്തുന്നുണ്ട്. മൊത്തത്തിൽ ഈ എന്താ പറയുക 2026 ഫാൻസുകാർക്കും എല്ലാവർക്കും ആയിട്ടുള്ള നല്ല സിനിമകളൊക്കെ വരുന്ന ഒരു വർഷമായിരിക്കും എന്നാണ് തോന്നുന്നത്. ബിഗ് ബഡ്ജറ്റ് പടങ്ങളും ഉണ്ട്. അതെല്ലാം എനിക്ക് ഈ എന്താ പറയുക ഈ വേനലവധി കഴിഞ്ഞ് ഓണ സമയങ്ങളിലൊക്കെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഉള്ള ചർച്ചയിലുള്ളത് പാട്രിയോട്ട്, പ്രകമ്പനം, വാഴ 2 ഈ സിനിമകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ സൂര്യയുടെ സിനിമ അത് ടൈറ്റിൽ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം മിക്കവാറും നല്ല പടങ്ങളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാം വരട്ടെ. ആൻഡ് അടുത്ത് ഇതുപോലെ നല്ല മൂവി അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വരാം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ. ആൻഡ് നിങ്ങൾ ഈ ചാനൽ മറക്കണ്ട, ബൊഗുവെ ചാനൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. ലവ് യു ഗൈസ്. ബൈ ബൈ ഉമ്മ.